ഹായ് മക്കൾസ്, വെൽക്കം ടു ലിറ്റിൽ തിങ്സ്. ഇന്ന് നമ്മൾ ഗബ്രിയൽ ഘാഷ്യ മാർക്കീസിൻ്റെ ഷോർട്ട് സ്റ്റോറിയായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമറസ് വിങ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൈൽ വി റീഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദി സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്താണ്? The sight of the old man frightened Pelayo because he appears old, dirty and weak and has enormous wings, making him look both mysterious and unnatural. His strange appearance and groaning in the mud scares Pelayo. ഇത് ഫസ്റ്റ് തന്നെ സ്റ്റോറി തുടങ്ങുന്ന പോർഷനിലുള്ളതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദി ഓൾഡ് മാൻ അണേബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ്? ദി ഓൾഡ് മാൻ വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഓഫ് ഹിസ് എക്സ്ട്രീംലി weak and his large wings were entangled in the mud, which made it difficult for him to move or stand. അതായത് അദ്ദേഹത്തിന് ശരീരം കൊണ്ട് വീക്കുമായിരുന്നു, പിന്നെ വലിയ ഹ്യൂജ് എനോമറസ് വിങ്സും ഉള്ളതുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ല. Third question, the couple considered the old man a lonely castaway. Why? എന്തുകൊണ്ടാണ്? The couple considered the old man a lonely castaway because he looked like a sailor from a shipwreck. Shipwreck എന്ന് വെച്ചാൽ കപ്പൽ മുങ്ങി. He spoke in an unknown language, seemed foreign and had no explanation for his presence. അതായത് ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് ആണ് പറയുന്നുണ്ട്, സ്ട്രേഞ്ച് ലാംഗ്വേജിന് കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദി നൈബർ വുമൺ ഷുവർ ദാറ്റ് ദി ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ? എന്താ? ദ നൈബർ വുമൺ വാസ് ഷുവർ ദാറ്റ് ദി ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ ബിക്കോസ് ഓഫ് ഹിസ് എനോമറസ് വിങ്സ്. ഷീ ബിലീവ്ഡ് ഹി ഹാസ് കെയിം ടു ടേക്ക് അവേ ദി സിക്ക് ചൈൽഡ് ആൻഡ് ബേസ്ഡ് ഓൺ ഹർ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്. അതായത് ആ കുട്ടിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് മാൻ വന്നതെന്നാണ് നൈബർ ലേഡി പറയുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പിലായോ ആംസ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? എന്താ? Pelayo armed himself with a club because he was afraid of the strange man with wings. He wanted to protect his family in case the man turned out to be dangerous. Any next question, what made the couple suddenly decided to treat the man with some kindness? എന്താ? The couple decided to treat the man with some kindness after their sick child recovered unexpectedly. They believed that the old man might have had something to do with the healing and felt grateful for it. അതായത് അവരുടെ കുട്ടിയുടെ അസുഖം മാറിയതുകൊണ്ടാണ് അവർ കുറച്ച് കൈൻഡായിട്ട് ഈ ഓൾഡ് മാനോട് പെരുമാറാന്ന് വെച്ച്. Any next question, why does Pelayo lock the old man in the chicken coop? എന്തുകൊണ്ടാണ് കോഴിക്കൂട്ടിൽ ഓൾഡ് മാൻ ആക്കിയേ? Pelayo locked the old man in the chicken coop to keep him away from the house and to control the crowd who came to see him. It allowed them to exploit him and earn money. അതായത് പുറമേ നിന്ന് വരുന്ന ആൾക്കാരെ എടുത്തുനിന്ന് പൈസ വാങ്ങാനും ആ ചിക്കൻ കൂപ്പിലാക്കിയതുകൊണ്ട് സാധിച്ചിരുന്നു. പിന്നെ ഓൾഡ് മാൻ്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അതുമല്ല, ഈ പെലായോടെ വീട്ടിൽ നിന്ന് ഇവർക്ക് അത്ര ശല്യം വരില്ല ഓൾഡ് മാൻ്റെ അടുത്തുനിന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദി പീപ്പിൾ ട്രീറ്റ് ദി ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് അനിമൽ? The people treat the old man like a circus animal because they came out of circus and not curiosity
and not compassion. They throw food, poke, and mock him, seeing him as an object for entertainment rather than a person. അതായത് ഓൾഡ് മാനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടത്. അവരുടെ എൻ്റർടൈൻമെൻറ്റ്സും ക്യൂരിയോസിറ്റിയും ഒക്കെ ആ ഓൾഡ് മാനിൽ അവർ കാണിക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് എലിസൻഡ ഈസ് ഷ്രെഡ് and clever? Why? Yes, Elisenda is shrewd and clever because she used the old man's presence to earn money by charging visitors. She take advantages of the situation to build a better life for her family, showing her practical and profit-minded nature. Next question. His only supernatural virtue seemed to be patience. Why does the author say so? നമുക്ക് ഈ സ്റ്റോറി കാണാം. ഓൾഡ് മാനിനെ പെലായും എലിസൻ്റെയും നൈബേഴ്സും പിന്നെ അതർ പേഴ്സൺസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായില്ല. അത് പേഷ്യൻസ് അല്ലേ, ക്ഷമ കൊണ്ടല്ലേ. അത് author says this because the old man never complains or resists, even when he is abused, mocked, or neglected. This quiet suffering and endurance are the only signs of something supernatural about him. Any next question, why do more people flock to see the woman rather than the old man? എന്തുകൊണ്ടാ more people flock to see the spider woman? Because of her story is simple, clear, and dramatic. Unlike the old man, she interacted with visitors and shared her tales, which is easier to believe and understand. പിന്നെ ഓൾഡ് മാനെ കാണാൻ 5 സെൻറ്റ് ആണ് കൊടുത്തെങ്കിൽ ആ വുമണ് അതിലും കുറച്ച് മണി മതിയായിരുന്നു കാണാൻ. ഇനി വൈ ഈസ് ദി ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദി ലോജിക് ഓഫ് ദി വിങ്സ്? എന്താ? ദി ഡോക്ടർ ഈസ് surprised by the logic of the wings because they appear to be natural and functional, growing from the old man's body like any other organ. They cannot explain why a normal human could have such wings. അതായത് ഈ കഥയിൽ ഓൾഡ് മാന് കിഡ്നി ഉണ്ടെന്നും അങ്ങനെയൊക്കെ ഡോക്ടർ പരിശോധിക്കുമ്പം പറയുന്നുണ്ട്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനില്ലാത്തതുപോലെ സ്വന്തം ബോഡിയിൽ അത്രയ്ക്കും യോജിച്ച തരത്തിലായിരുന്നു ഓൾഡ് മാൻ്റെ ആ എന്യൂമറസ് വിങ്സ്, അതായത് ഹ്യൂജ് ആയിട്ടുള്ള വിങ്സ്. അത് ഡോക്ടറെ റെഡിക്കും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പോർഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ്? ലാസ്റ്റ് എലിസൻഡ ആ ഓൾഡ് മാൻ പറന്നു പോകുമ്പം ഒരു റിലീഫ് അനുഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ് ബിക്കോസ് ദി ഏഞ്ചൽ who had become a burden and annoyance in her life finally flew away. She feels free from responsibility even though she showed no real sympathy for him. ഇനി ലെറ്റ്സ് റീവൈൻഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. What is the old man's role in the story? How does his presence affect Pelayo's family? The old man plays the role of a mysterious, possible supernatural being who exchanges the life of Pelayo's family. At first, his presence causes confusion and fear. However, after the recovery of their sick child, the family begins to see him as an opportunity to earn money
They exploit him by displaying him to the public and became wealthy. Over time, they grow tired of him and feel relieved when he finally flew away. His presence reveals the family's greed and lack of compassion. ഇനി ഇന്നത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി other traits of the old man that impress you. എന്താ? The first trait that impressed me is the old man's patience. Despite being locked in a chicken coop, Kozhikode, mocked by the public and treated with dignity, he never complains or resists. The second trait is his endurance. He survives illness, cold, and neglected, and eventually regains the strength to fly away. Third question, what element of the story do you consider magical? Why? ഈ സ്റ്റോറി എന്ന മാജിക്കൽ റിയലിസത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് അല്ലേ. അപ്പം ഈ ഓൾഡ് മാൻ്റെ ഹ്യൂജ് എനോമറസ് വിങ്സും പിന്നെ ലൈറ്റനിങ്ങും തണ്ടറും വരുമ്പം സ്പൈഡറായി മാറുന്ന വുമണും മാജിക്കൽ എലിമെൻസിൻ്റെ എക്സാമ്പിൾസാണ്, അതായത് മാജിക്കൽ റിയലിസത്തിൻ്റെ എക്സാമ്പിൾസാണ്. And fourth question, describe the old man's first clumsy attempt at flight. When the old man tries to fly, his efforts are awkward and weak. He struggled to lift himself off the ground and almost knocked around the shed. His flapping is compared to that of a senile vulture, but eventually he manages to rise into the sky and fly away, slowly disappearing over the horizon. Fifth question, what happened to the old man's popularity in the course of time? എന്താ? In the beginning, the old man became very popular and people from distant places came to see him. However, his popularity decreases when the spider woman arrives in the town with a more dramatic and understandable story. The crowd shifts its attention to her and the old man is forgotten and neglected. In the sixth question, pick out instances of the following from the story: imagery, simile, and magical elements. ഇമേജറിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? ദ സ്ട്രോങ് എന്യൂമറസ് വിങ്സ്, അതായത് ആ ഓൾഡ് മാൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള എന്യൂമറസ് വിങ്സും പിന്നെ എന്താ പറയുക, ഓൾഡ് മാൻ ലുക്ക് ലൈക്ക് എ ഡ്രഞ്ചഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നും പറയുന്നുണ്ട്. ഇനി സിമിലി എന്ന് പറയുന്നത് എന്താ? ലൈക്കും മാസും വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നത്. എന്താ? ഓൾഡ് മാന് ലൈക്ക് എ റാഗ് പിക്കറിനും ലൈക്ക് എ സെനിനൽ വൾച്ചറിനും കമ്പയർ ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഈ പാഠത്തു നിന്നുള്ള സിമിലീൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി മാജിക്കൽ എലിമെൻറ്റ്സ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾഡ് മാൻ്റെ എന്യൂമറസ് ആയിട്ടുള്ള വിങ്സും പിന്നെ സ്പൈഡറായി മാറുന്ന ലേഡി. In seventh question, the old man finally manages to fly away. Elisenda watches him till he disappears. You may discuss in group and attempt alternative ending to the story. ഇത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന കേട്ടോ. നിങ്ങളുടെ ഭാവന വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റി എഴുതാം. അപ്പം ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. An alternative ending could be the old man is later found by
another family who treats him with love and care, and in return he blesses them. Another possible ending is that the people of the village realizes their mistake and beg for forgiveness, but by then the angel has already flown away. The third ending could be that the child grow up and sets out the to find the angel, learning an important lesson about kindness and faith. In last question, who suffers most in this story? Why does the story tells us about the need for compassion? The old man suffers the most in the story despite possibly being an angel. He is mistreated, locked up, humiliated, and neglected. His suffering is made worse by selflessness and cruelty of the people around him. The story teaches us that true compassion should not depend on appearance or personal benefits. It reminds us to treat even the weakest and the most misunderstood individual with kindness and respect. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോളമായിട്ടാണ്, ഒരു ടേബിളായിട്ടാണ് കൊടുത്തത്. പക്ഷെ ഞാൻ ഇവിടെ ജസ്റ്റ് പോയിന്റ് വൈസ് എഴുതിയതാണ്. ഓൾഡ് മാൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സും പേഴ്സണാലിറ്റി ട്രേറ്റ്സും സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറീസും പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇലാബറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പെലായോയുടെയും എലിസൻ്റെതും എഴുതിയിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇത് യൂസ്ഫുൾ ആവും. ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇവിടെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ പ്രധാനമായിട്ടും ഒരു ക്യാച്ചീവായിട്ടുള്ള ഹെഡിങ് വേണം, പിന്നെ ഡേറ്റ് വേണം, പ്ലേസ് വേണം, പിന്നെ 5 W's ഒരു H'ും ആണ് വേണ്ടത്. ഇതുണ്ടെങ്കിൽ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നല്ല രീതിയിൽ എഴുതാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഓൾഡ് മാൻ വിത്ത് എനോമറസ് വിങ്സ് പെലായോയുടെ ലൈഫിലേക്ക് വരുന്നതും പെലായോ എഴുതുന്ന ഡയറിയുമാണ്. ഡയറി എൻട്രി എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റ് വേണം, ടൈം വേണം, പിന്നെ ടുഡേന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങാം. ഐ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഇന്ന് നടന്ന കാര്യം നമ്മൾ ഇന്ന് രാത്രിയിൽ എഴുതുക. പിന്നെ ഇവിടെ ടൈം ലേറ്റ് ഈവനിങ്ങിന് വേണ്ട, 9 PM 10 PM അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും മതി. ഇനി ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഓൾഡ് മാൻ, അതായത് ഓൾഡ് മാനെ പറ്റിയിട്ടുള്ളത് ഓൾഡ് മാനെ മറ്റുള്ളവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ്. അതും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പാഠം കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് and please subscribe our channel.